വാർത്തകൾ തുടർന്നു. വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് പരിക്കേറ്റത്. കത്രിക കൊണ്ട് മുഖത്തും നെഞ്ചിലും കുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ചെവിക്കും സാരമായി പരിക്കേറ്റു. പരിചയപ്പെടാനെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ ശേഷമായിരുന്നു മർദ്ദനം. ബത്തേരി പോലീസ് ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. വിവരങ്ങൾ ദീപക് മോഹൻ നൽകും. ദീപക്, എന്താണ് സംഭവിച്ചത്? നികേഷ് കുമാർ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും അമ്പലവേൽ സ്വദേശിയുമായ ശബരിനാഥനാണ് ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനമേറ്റത്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ സിദ്ധാർത്ഥനെ പരിചയപ്പെടാൻ വേണ്ടി 10ാം ക്ലാസ്സിലെ സിദ്ധാർത്ഥനെ പരിചയപ്പെടാൻ വേണ്ടി സഹപാഠികൾ എത്തുകയും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കി കൊണ്ടുപോകുകയുമായിരുന്നു. തുടർന്നായിരുന്നു മർദ്ദനം ആരംഭിച്ചത്. ഈ ക്രൂര മർദ്ദനത്തിനിടയിൽ കത്രികയോ അല്ലെങ്കിൽ കോമ്പസോ അങ്ങനെ എന്തോ ഒരു മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ആണ് ഈ ശബരിനാഥന് പരിക്കേറ്റത് എന്നും പറയുന്നുണ്ട്. പരിക്കേറ്റ ശബരിനാഥൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി മർദ്ദനം നടക്കുകയും മുഖത്തും നെറ്റിയിലും നെഞ്ചിലുമെല്ലാം സാരമായ പരുക്ക് ഈ വിദ്യാർത്ഥിക്ക് ഏറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി നൂൽപ്പുഴ കുടുംബാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിദഗ്ധ ചികിത്സകൾക്കായി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും സ്കൂൾ അധികൃതർ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ 5 അംഗ വിദ്യാർത്ഥി സംഘമാണ് ഇതിന് പിന്നിലെന്നും ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം സുൽത്താൻ ബത്തേരി പോലീസ് ഈ കുട്ടിയുടെ മൊഴിയെടുത്ത് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നികേഷ്.